ഹായ്, നമ്മളിന്ന് ഒരു ബോയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു റെഡ് കളർ ഫ്ലവർ വെച്ച് ചെയ്യുന്ന ഒരു ബോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് 1 ഇഞ്ചിൻ്റെ റിബണാണ്. 1 ഇഞ്ചിൻ്റെ സാറ്റൻ റിബണാണ്. നമുക്കത് ഒരു 6.5 മെഷർമെൻറ്റിൽ അതിനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ നമ്മളതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സോ 6.5 വെച്ചിട്ടാണ് പെറ്റൽസ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് അധികം പെറ്റൽസ് വേണം. ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് അധികം പെറ്റൽസ് വേണം. അപ്പം എത്ര പെറ്റൽസ് വേണം എന്നെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പം അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് 6.5 വെച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ 2 സൈഡും ഫസ്റ്റ് നമുക്ക് ഒന്ന് ഉരുക്കി കൊടുക്കണം. ബിക്കോസ് ഇത് ഓർഗൻസ റിബൺ ആണ്, വലിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഉരുക്കി ഓക്കെ. സോ ഇത് ഉരുക്കി ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നിങ്ങൾ ഉരുക്കുമ്പോൾ നേരെ ഉരുക്കുക. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതിനെ ഇനിയും പെറ്റൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. സോ ആദ്യം നമ്മളിതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. ഒരു സൈഡ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് മടക്കി, ദെൻ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മളിങ്ങനെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൂചിയും സെയിം കളർ എടുക്കാമെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും നൂല്. എന്നിട്ട് നമ്മുടെ സൂചി വെച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്, ഒന്ന് സ്റ്റിച്ച് ചെയ്ത്. അതും റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ കാണുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 തവണയൊന്ന് സ്ക്രീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കണ്ടാൽ മതി, റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടാൽ മതി. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഒത്തിരി വലിക്കേണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്കൊരു പെറ്റൽസിൻ്റെ രീതിയിലൊന്ന് കിട്ടുന്ന പോലെ നമ്മളൊന്ന് എടുക്കുക. അതും ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഒരു പെറ്റൽ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് അടുത്തതാണ്. സെയിം പോലെ തന്നെ നമ്മൾ മടക്കി ബാക്കിലോട്ട് വെക്കുക. ദെൻ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതിനെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട്, ഓർഗൻസ ആയതുകൊണ്ട് ഇത്തിരി പാടായിരിക്കും ഓരോ ഇതും കിട്ടാൻ. ബട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെറ്റൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ചെയ്യുവാണ്. ഓക്കെ, സോ ഒത്തിരി അടുപ്പിക്കരുത്. ഇച്ചിരി ലെങ്ത് ഇട്ട് വിടണം. കാരണം പെറ്റൽസിന് വിട്ടുള്ളതുപോലെ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ചധികം പെറ്റൽസ് വേണമെന്ന് പറഞ്ഞില്ലേ. സോ ഇത്രയും പെറ്റൽസ് വേണം. അറൗണ്ട് ഒരു 46ഓളം പെറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. ഇനി നമ്മളിങ്ങനെ ഒരു സിൽവറിൻ്റെ ഒരു റിബണാണ്, സിൽവർ കളറിലൊരു റിബണാണ്. അത് കസവിൻ്റെയൊക്കെ പോലത്തെ റിബൺ. ഓക്കെ, അതിൽ നമ്മളൊരു 4x4 പോലെ 4x4 സൈസിന് നമ്മളതിനെ മുറിച്ചെടുക്കണം. സോ 4 ഇവിടെയും 4. ഓക്കെ, സോ 4x4 വെച്ചിട്ട് ഞാൻ സൈസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ വെട്ടിയെടുത്തു. അതിനുശേഷം നമുക്കതിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കണം. നമുക്കൊരു ലീഫ് അറേഞ്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിനെ നമ്മൾ കട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ ലീഫ് ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഷാർപ്പാക്കിക്കൊണ്ട് കട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്കിങ്ങനൊരു ഷേപ്പ് കിട്ടും. അതിനെ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് സൈഡൊന്ന് ഇത് പെട്ടെന്ന് ഉരുകി പോകുന്ന ടൈപ്പ് റിബണാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഒത്തിരി വിട്ടാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നമുക്കൊരു ലീഫ് സ്ട്രക്ചറിലാക്കി എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് അങ്ങനെ ഒരു 8 ലീവ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാണ്
അടുത്തത് നമുക്ക് വേണം. നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് ഒരു ഫെൽറ്റ് ഷീറ്റാണ്. അത് ഏത് കളറിലെ ഫെൽറ്റ് ഷീറ്റ് ആണെങ്കിലും പ്രശ്നമില്ല. അതും 6x3 സൈസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് 6ഉം ഇവിടുന്ന് 3യും വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ 2 എണ്ണം ഒരുപോലെ എടുത്തിട്ടുണ്ട്, അതാവശ്യമുണ്ട്. പിന്നെ ഒരു റിബൺ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സാറ്റൻ കവേർഡ് റിബണാണ്. ഞാനിത് സാറ്റൻ ചുറ്റിയാണ് ഒരു ബോയ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സാറ്റൻ ബോയിൽ ആ സാറ്റൻ റിബൺ എടുത്ത് ഞാൻ ബോയിൽ ചുറ്റി ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഇതിലാണ് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരു ലീഫുമായി പെറ്റൽസുമായി ഇനി നമുക്കതിന് വേണ്ട ഒരു ചെറിയൊരു ലീഫിനെ ഒരു ഫ്ലവറിനെ വെക്കണ ഒരു എന്താ പറയണ്ടേ ഒരു ഷേപ്പ് സാധനം, ഒരു ലീഫ് പോലത്തെ ഒരു ബഡ്സ് പോലത്തെ സാധനത്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മളിങ്ങനെ ഒരു സിൽവർ കളറിലെ ഒരു റിബൺ എടുക്കുക. അതിനിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, ഇതിപ്പോൾ ഫോസപ്സ് ആണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്കതിനെ ഈ ക്രോസ് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം. സോ കട്ട് ചെയ്തതിന് ശേഷം നമുക്കപ്പം ഒരു ക്രോസ് ഷേപ്പിലൊരു പീസ് കിട്ടും. ആ പീസിനെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് നല്ലതായിട്ട് ഉരുക്കി കൊടുക്കണം. ഓക്കെ, നന്നായിട്ട് ഉരുക്കി അതിനെ സെറ്റ് ചെയ്തെടുക്കണം. ഇത് വെക്കുന്നത് അധികം അകത്തോട്ട് തീ പിടിക്കാതിരിക്കും, ചൂട് കയറിപ്പോയി ഷേപ്പ് മാറാതിരിക്കാനാണ് നമ്മളിതിനെ ഇങ്ങനെ ഈ ഫോസപ്സ് കൊണ്ട് പിടിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഷേപ്പിൽ ഒരു സാധനം, അത് നമുക്ക് 2 എണ്ണം ആവശ്യമുണ്ട്. 2 ചെറിയ ബഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി 2 എണ്ണം ആവശ്യമുണ്ട്. ഓക്കെ, സോ നമുക്കിനി പെറ്റൽസ് ഒട്ടിക്കാൻ തുടങ്ങാം. ഓക്കെ, ഗ്ലൂ ഗൺ വേണം. സോ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ അകഭാഗത്ത്, ഓക്കെ, ഇതിൻ്റെ അകഭാഗത്ത് ഗ്ലൂ തേക്കണം. നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോരോ പെറ്റൽസായിട്ട് ഉണ്ടാക്കിയെടുക്കണം. സോ അത് കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിതിനെ ഇത് ഒരു ഫോർസെപ്സ് ഉപയോഗിച്ച് ഇതിനെ റൗണ്ട് ചെയ്ത് ഷേപ്പാക്കി കൊണ്ടുവന്ന് ഫസ്റ്റ് പെറ്റൽ ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ടിപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്താണ്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പെറ്റലിന് മാത്രം മതി. നമുക്കിത് ഈ ഒരു ഫോർസെപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഓക്കെയാണ്. നമുക്കിത് സെക്കൻഡ് പെറ്റൽ എടുക്കാം. അതിലും ഇതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനെ ഒരു ഹാഫ് കവർ ചെയ്യുന്നത് പോലെ നമ്മളിതിനെ പെതുക്കെ നോക്കി അതിനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക. ഓക്കെ, സോ 2 എണ്ണം കഴിഞ്ഞു. നമുക്ക് ആദ്യം നമ്മൾ ബഡ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 6 എണ്ണമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. 6 പെറ്റൽസാണ് വേണ്ടത്. അപ്പോൾ 6 പെറ്റൽസ് വെച്ചാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ മൊട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ 6 പെറ്റൽസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നോക്കി കെയർഫുള്ളായിട്ട് അതിനെ ഫിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 എണ്ണം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 4ാമത്തതിലോട്ട് പോവുകയാണ്, അടുത്ത പെറ്റലിലോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ അത് ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ നോക്കി കവർ ചെയ്ത്, ഓക്കെ, 4 എണ്ണമായി. ഇനി 2 എണ്ണം കൂടെ വേണം. കയ്യിലൊക്കെ ഗ്ലൂ ആവും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അടുത്തത് നമ്മൾ ഇതിന് തന്നെ റൗണ്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇനി ഒരെണ്ണം. സോ അത് വേറൊരു ഫ്ലവർ കൂടെ നമ്മൾ ചെയ്തെടുത്തു. ബഡാണ്, ചെറിയ ബഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ 2 ബഡ്സ് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ വലുതാണ് ഉണ്ടാക്കുന്നത്, വലിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് 23 പെറ്റൽസ് ആവശ്യമുണ്ട്. 23 പെറ്റൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്തതിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനതിൽ 2-3 എണ്ണം ഒട്ടിക്കുന്ന കാണിക്കത്തുള്ളൂ. വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ 2-3 എണ്ണം ഒട്ടിക്കുന്ന കാണിക്കുന്നത്. എന്നിട്ട് ഫൈനലായിട്ട് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്സിനകത്ത് ഈ ബഡ്സിനെ സെറ്റ് ചെയ്യണ്ടേ, ആ ഫ്ലവറിനകത്ത് നമ്മൾ
ഗം തേച്ച് ബഡ്സിനെ എടുത്ത് ഗം തേച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇതിനെ ഇറക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമ്മളതിനെ ഒട്ടിച്ചെടുക്കണം ഞാൻ പറഞ്ഞില്ലേ, ഇതേ സൈസിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് നമ്മൾ ആ സൈസ് ഞാൻ പറഞ്ഞു, ആ സൈസ് തന്നെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുത്ത്. ഓക്കെ, 6x3 ആണേ, 6x3 സൈസിലാണ് നമ്മളതിനെ വെട്ടിയെടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളതിനെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ലീഫ് ഉണ്ടാക്കുന്ന കാണിച്ചില്ലേ, ആ ലീഫിന് നമ്മളിന് 8 ലീവ്സ് ഉണ്ട്. നമ്മളതിനെ ഇതിലോട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. കാരണം നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ ചെയ്തതിൻ്റെ. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മളിതിനകത്ത് ഫ്ലവർ സെറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബഡ്സാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളതിനെ ഇവിടെ സെറ്റ് ചെയ്തു, 2 എണ്ണത്തിന്. ഇനി ഒന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളതിനെയും കൂടെ നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്തു. അതെ, 2 ഫ്ലവർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ബഡ്സ്. ഓക്കെ, ഇവിടെ നിലകണമെങ്കിൽ ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് അത് ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഗ്ലൂ ഗണ്ണ് ചിലപ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് ഉള്ളതിനാൽ ഒന്ന് നമുക്ക് അങ്ങനെയും കൂടെ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കൈ മൊത്തം ഗ്ലൂ ആകുന്നുണ്ട്. എനിക്ക് എപ്പോൾ ഇത് ചെയ്താലും എൻ്റെ കൈ ഫുള്ളാവും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ നടുക്ക് നമ്മുടെ മെയിൻ ഫ്ലവറിനെ നടുക്ക് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ബീഡ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഐഡിയ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഫ്ലവർ, ഒരു മെയിൻ ഫ്ലവറും ഒരു കുഞ്ഞു ഫ്ലവറും വെച്ച് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഇപ്പോൾ അത് സെറ്റായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം, നമ്മുടെ ഹെയർ ബാൻഡിലോട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഹെയർ ബാൻഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കിൽ ഫുള്ള് ഹെയർ ബാൻഡല്ല, നമ്മുടെ ഹെയർ ബോയിലോട്ട് നമ്മളതിനെ ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലോട്ട് അതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു സൈഡിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്തിനാന്ന് വെച്ചാൽ അതൊരു ക്യൂട്ടായിരിക്കും അങ്ങനെ കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്തിട്ടില്ലേ, ആ പീസിനെയും കൂടെ നമ്മളിവിടെ ചേർത്ത് വെച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളൂ. അത് ഇളകി പോത്തതേയില്ല. നല്ലതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുത്തതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇളകി പോകും. ഗ്ലൂ ഗണ്ണാണ്, ഫിക്സ് ആവത്തില്ല. സോ നന്നായിട്ട് ഫിക്സ് ചെയ്ത് എല്ലാ സൈഡും നല്ലതായിട്ട് ഫിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നന്നായി ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുത്തു. നോക്കിക്കേ, നല്ല നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡ് അല്ലേ, ഒരു ഹെയർ ബോയ് അല്ലേ നമ്മൾ സെറ്റ് ചെയ്തത്. നിങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. ഈസിയാണ്, വളരെ ഈസിയാണ്. വലിയ ക്യാഷൊന്നും ചിലവാകുന്നില്ല. സോ ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. ഇത് ഭയങ്കര ക്യൂട്ടായിരിക്കും. ബ്രെഡും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിരിക്കും കുട്ടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ. ചെയ്തതിന് ശേഷം കമൻറ്റും കൂടെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. താങ്ക് യു.